താമരശ്ശേരിയിൽ സഹപാഠികളുടെ മർദ്ദനത്തിൽ ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികളുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. റൂറൽ എസ്.പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നടപടി. ദിസ്ന സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. ദിസ്ന, പോലീസ് കൂടുതൽ പേരുടെ മൊഴി എടുക്കുന്നു എന്ന് വാർത്തയുണ്ടായിരുന്നു. അന്വേഷണം കടുപ്പിക്കുന്നു എന്നും ഇപ്പോൾ പ്രതികളുടെ വീട്ടിൽ റെയ്ഡ്. താമരശ്ശേരി ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്. പ്രധാനമായും റൂറൽ എസ്.പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു റെയ്ഡ് നടത്തുന്നത്. അതിൽ പ്രധാനമായും അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ പ്രതികൾ ഉപയോഗിച്ച ആയുധങ്ങൾ, നെഞ്ചക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തുവാനുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു തിരച്ചിൽ നടത്തുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ താമരശ്ശേരി ഭാഗം കേന്ദ്രീകരിച്ചാണ് ഈ പ്രതികളുടെ വീടുകൾ, ആ വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതിൽ കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തി കേസെടുക്കുമെന്നൊരു വിവരം തന്നെയാണ്. 40-ലധികം പേർ ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ ഷഹബാസിന്റെ സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ കൃത്യമായി, അതായത് ഈ ഒരു സംഭവം കൃത്യമായി വിദ്യാർത്ഥികൾ, അതായത് സുഹൃത്തുക്കൾ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഭയപ്പെട്ട് മൊഴിയൊന്നും തന്നെ നൽകിയിരുന്നില്ല. വീണ്ടും ഈ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കൂടി അറിയുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഘടിപ്പിച്ചിരിക്കുകയാണ്. പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭ്യമാവണമെന്ന് പിതാവ് ഇക്ബാൽ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കാരണം ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥരുടെ മക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പോലീസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും മക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നും ആ പിതാവ് ഭയപ്പെട്ടിരുന്നു. എന്തായാലും ഈ കേസിന്റെ അന്വേഷണം ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം. ഈ പ്രതികളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. റെയ്ഡ് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും ഇവരെ അതായത് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നെഞ്ചക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അനു.